കടലിൽ പോയി മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയായിട്ട് വളരേണ്ടുന്ന ചെറുപ്പക്കാരൻ, 26 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറുപ്പക്കാരനാണ് ഗൗതം കൃഷ്ണൻ എന്നു പേരുള്ള ആ ചെറുപ്പക്കാരനാണ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ആ വീട്ടിൽ പോയപ്പോൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ 2 പേരുടെ ശവസംസ്കാരം നടന്ന തറയാണ് കാണുന്നത്. അതേ കുടുംബത്തിലുള്ള അച്ഛനും മകളുടെ ഭർത്താവും മരണപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഗൗതം കൃഷ്ണനും ഉണ്ടായിരുന്നത്. 2 മൃതദേഹം കിട്ടി സംസ്കരിച്ചു. 12ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഗൗതം കൃഷ്ണനെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല. വളരെയേറെ പ്രയാസപ്പെടുന്ന ആ കുടുംബം അമ്മ തന്നെ നേരെ ഗവൺമെൻറ് സംവിധാനത്തിൻ്റെ മുമ്പിലേക്ക് പോയി സത്യാഗ്രഹം കിടക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അവരിന്നേ വരെ ഭക്ഷണം കഴിച്ചു തുടങ്ങിയിട്ടില്ല. 10 ദിവസമായിട്ട് കുടിവെള്ളത്തിൻ്റെ അപ്പുറത്തൊന്നും കഴിക്കാൻ തയ്യാറില്ലാത്ത ഞാനും ഇങ്ങനെ തന്നെ വീണ് പോകട്ടെ എന്നൊരു മാനസികാവസ്ഥയുള്ളപ്പോഴും എങ്ങനെയെങ്കിലും തിരിച്ചെത്തുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ കഴിയുകയാണ്. അപ്പോഴാണൊരു മന്ത്രി നേരത്തെ പറഞ്ഞത്, കടലിൽ പോയാൽ ബോഡി കിട്ടാൻ താമസിക്കും എന്നാണ്. നിരുത്തരവാദപരമായ നിലപാടുകളാണ്. ആ അമ്മ തന്നെ നേരെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും മുമ്പിൽ ശക്തിയായ പ്രതിഷേധവുമായി ചെന്നതിന് ശേഷം മാത്രമാണ് 8ാമത്തെ ദിവസം സത്യം പറഞ്ഞാൽ ഫലപ്രദമായ രീതിയിലുള്ള തിരച്ചിൽ തന്നെ നടത്തുന്നത്. ഞങ്ങളോട് പറഞ്ഞു ആ അമ്മ, അതിൻ്റെ ഗോൾഡൻ അവർ നഷ്ടപ്പെടുത്തി എന്നാണ്. നന്നായിട്ട് ധാരണയുണ്ട് അവർക്ക്. കടലിൽ അകപ്പെട്ടതിന് ശേഷമുള്ള ആദ്യത്തെ ആ മണിക്കൂറുകളിൽ ഫലപ്രദമായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും ചേർത്ത് ഒരു കോർഡിനേഷൻ നടത്താൻ പോലും തയ്യാറില്ലാത്ത സാഹചര്യത്തിൽ ശക്തിയായിട്ടുള്ള പ്രക്ഷോഭവുമായിട്ട് വന്നപ്പോൾ മാത്രമാണ് അവർ തിരിഞ്ഞു നോക്കാൻ തന്നെ തയ്യാറായത്. അപ്പോഴും ADM പറയുന്നത്, നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ എന്തേ മുമ്പേ എഴുതിത്തരാതിരുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ മന്ത്രി ചോദിക്കുന്നതിൻ്റെ വേറൊരു ചോദ്യം, നിരുത്തരവാദപരമായ നിലപാട്. ഇതുപോലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ രൂപപ്പെട്ടു വന്നാൽ ആ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ ഒരു കുടുംബത്തിൻ്റെ മാനസികാവസ്ഥ എന്താണ് എന്ന് തെല്ലും മനസ്സിലാക്കാതെ ഉദ്യോഗസ്ഥ വൃന്ദം പെരുമാറുകയാണ്. സത്യം പറഞ്ഞാൽ വളരെ വിഷമകരമായ ഒരവസ്ഥയാണ് ആ കുടുംബത്തിനുള്ളത്. വലിയ കടബാധ്യത, 10-50 ലക്ഷത്തിലധികം ഉറുപ്പിയുടെ കടം. വീട് വിറ്റിട്ടാണ് ബോട്ട് വാങ്ങിയത്. ആ ബോട്ട് പൂർണ്ണമായിട്ടും പോയി. വീട് പോയി, താമസിക്കാനുള്ള സ്ഥലമില്ല. ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കുടുംബാംഗങ്ങൾ 3 പേര്, ഒരാളെ കാണാതായി, 2 ആളെ സംസ്കാരം കഴിയുകയും ചെയ്തു. വളരെ ദയനീയമായ ഒരു ചിത്രമാണ്. ഇനിയൊരു ചെറുപ്പക്കാരനാണ് ബാക്കിയുള്ളത്. 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഇനി ബാക്കിയുണ്ട്. ഞങ്ങൾ വരുമ്പോൾ മാത്രമല്ല, എനിക്ക് മുമ്പ് വന്നവരും വരുമ്പോഴും അവനെ കണ്ടിട്ടില്ല. അവൻ നേരെ കടപ്പുറത്ത് തന്നെയാണ്, രാവിലെ മുതൽ രാത്രി വരെ കടപ്പുറത്ത് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്നത്. വളരെ പ്രയാസകരമായ ഒരവസ്ഥയാണ്. അതുകൊണ്ട് ഇവരുടെ കടബാധ്യത ഗവൺമെൻറ് ഏറ്റെടുക്കണം. ഇവർക്കാണെങ്കിൽ ഈ ബോട്ടിന് ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളൊന്നും തന്നെയില്ല. എല്ലാം നമ്മുടെ പിന്നോക്കാവസ്ഥയുടെ ഭാഗമല്ലേ. സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് മുമ്പോട്ടേക്ക് പോകാൻ സാധിക്കാത്ത വലിയ കടബാധ്യത വരാൻ പോവാണ്. ഉള്ള കടബാധ്യതയ്ക്ക് പുറമേ ഇനി ജീവിക്കാൻ വേറൊരു വഴി ഇല്ല. ഉള്ള ബോട്ട് പോവുകയും ചെയ്തു. ബോട്ട് കണ്ടെത്തിയിട്ടില്ല. അതുപോലെ തന്നെ ചെറുപ്പക്കാരനെയും കണ്ടെത്തിയില്ല. അപ്പോൾ ഗവൺമെൻറ്
അവിടെ ഇനിയുള്ളത് ഒരു ചെറുപ്പക്കാരനാണ്, 24 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ മാത്രമാണ് ഉള്ളത്. അവന് ജോലി നൽകാൻ ഗവൺമെൻറ് തയ്യാറാവണം. ഓഖി ദുരന്തത്തിൻ്റെ ഘട്ടത്തിൽ അന്നത്തെ ഗവൺമെൻറ് ചെയ്തതിനേക്കാൾ കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് കുടുംബത്തിന് ജോലി ഉൾപ്പെടെയുള്ളതായിരുന്നു. അതുപോലെ തന്നെ അന്ന് വളരെ പ്രധാനമായിട്ടും കുടുംബത്തിലെ ഓരോരുത്തരുടെയും ജീവിതത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ഇടപെടൽ നടത്തിയിരുന്നു. ഇപ്പോഴ് പറയാനുള്ളത് അന്ന് കൊടുത്തത് മാത്രമല്ല, അന്നത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെൻറ് പോയാൽ മാത്രമേ ഈ കടം ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ ഈ പുതിയ അവശേഷിക്കുന്ന ചെറുപ്പക്കാരന് ജോലി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിച്ചാൽ മാത്രമേ സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് രക്ഷപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുള്ളൂ. വെള്ളം മാത്രം കുടിച്ച് 10 ദിവസമായി ആ സ്ത്രീ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ മെഴ്സിക്കുട്ടിയമ്മയൊക്കെ ഞങ്ങളെല്ലാം പറഞ്ഞു ഭക്ഷണം കഴിക്കണം, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പിന്നെ ജീവിക്കാൻ തന്നെ സാധിക്കാത്ത സാഹചര്യം വരും. 10 ദിവസം ഒരു ഭക്ഷണവും കഴിക്കാതെയാണ് ആ സ്ത്രീ മുന്നോട്ടേക്ക് പോയത്. ഇന്നാണിപ്പോൾ പൊടിയേരി കഞ്ഞി കുടിച്ചു എന്ന് പറഞ്ഞു എല്ലാവരും നിർബന്ധിച്ചിട്ട്. ഒരു മാനസികാവസ്ഥ അതാണ്. അപ്പോഴാണ് നമ്മുടെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് പറയുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരച്ചിലാണ് നടത്തിയതെന്നാണ്. ആദ്യം മുതൽ തിരച്ചിലേ നടത്തിയിരുന്നില്ല. അവർ തന്നെ പറഞ്ഞു അതിൻ്റെ ഗോൾഡൻ അവറിൽ അവർ പരിപൂർണമായിട്ടും നിഷേധാത്മകമായ നിലപാട് സ്വീകരിച്ചു എന്നാണ് അവർ പറഞ്ഞത്. അവർക്കിതിനെപ്പറ്റി നല്ല ധാരണയുള്ളവർ തന്നെയാണ്. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കും പഴയ ഒരു ധാരണയില്ല. ഞാൻ ജോണിൻ്റെ വീട്ടിൽ പോയപ്പോൾ ജോണിൻ്റെ വീട്ടിൽ അവരുടെ 3 മക്കളും നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അതിൽ മൂത്ത കുട്ടി എന്ന് പറയുന്നത് PhDക്ക് പഠിക്കുകയാണ്. അവർ ഈ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഇപ്പോൾ അവസാനം മുഖ്യമന്ത്രി മന്ത്രിമാരും ഒക്കെ പോയപ്പോൾ കൃത്യമായിട്ട് ചോദിച്ചു. ഒരു ചോദ്യത്തിനും മറുപടി ഉണ്ടായിരുന്നില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഇതിനെ മുമ്പോട്ടേക്ക് പോകേണ്ടത് എന്നുള്ള കാര്യവും ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതാണ്. ഇവർ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അപകടകരമായ കാലാവസ്ഥ മാറ്റത്തെപ്പറ്റി മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. കൃത്യമായിട്ട് അതിൻ്റെ വിവരം കൊടുക്കാൻ നമ്മുടെ സംവിധാനമില്ല. അതേപോലെ തന്നെ അവിടെ പോയ അപകടത്തിൽപ്പെടുന്ന സന്ദർഭത്തിലും ഒരു സിഗ്നലും കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ മുമ്പ് മേഴ്സിക്കുട്ടിയമ്മ മന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ ISRO ഉൾപ്പെടെ ഉള്ളവരുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് സാറ്റലൈറ്റ് സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഫോൺ കൊടുക്കാൻ കഴിയുക എന്നുള്ള കാര്യം ആലോചിച്ചതാണ്. വലിയ സാമ്പത്തിക ബാധ്യതയും ഒക്കെയാണ് അന്ന് അതിൻ്റെ ഭാഗമായിട്ട് വന്നത്. ഗവൺമെൻറ് സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തിട്ട് ഇവർക്ക് സെല്ല് കൊടുക്കണം. ഈ ISRO രൂപപ്പെടുത്തി വളർത്തിയെടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു സംവിധാനം അവരെ കയ്യിലുണ്ട്, സാറ്റലൈറ്റ് ഫോമുണ്ട്, അത് കൊടുക്കണം. അപ്പോൾ അതിൽ 80% സ്വകാര്യവൽക്കരിച്ചിരിക്കുകയാണ്, 20% ഈ പട്ടാളത്തിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇവരെ കയ്യിൽ സത്യം പറഞ്ഞാലില്ല. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് ഗവൺമെൻറ് ആലോചിക്കുന്നത്. ഇവിടെ മാത്രമല്ല, കേരളത്തിലുടനീളം വേണം. എല്ലാ ജില്ലയിലും ഈ പ്രശ്നം വരുന്നുണ്ട്, ഈ തീരപ്രദേശങ്ങളിൽ മുഴുവൻ വേണം. അപ്പോൾ അതിന് വളരെ ഫലപ്രദമായിട്ടൊരു പദ്ധതിയെ ആസൂത്രണം ചെയ്ത് ഇനി ഭാവിയിൽ ഇതുപോലുള്ള സംഭവങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഉതകുന്ന നില സ്വീകരിക്കേണ്ടിയുണ്ട് എന്നതാണ് അത് സംബന്ധിച്ച് പൊതുവായിട്ട് പറയുന്നത്.